Hi all, welcome to Entry Banking Malayalam YouTube channel. ഞാൻ വൈശാഖ് മാധവൻ. നമ്മൾക്ക് ഓൾറെഡി IBPS എക്സാംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഒക്കെ വരും. ഇപ്പോൾ തന്നെ ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ സീരീസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു 5 ക്വസ്റ്റ്യൻസ് അരിത്തമെറ്റിക് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ പ്രോബ്ലംസ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ അത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, നമുക്ക് ടൈം മാനേജ്മെന്റ് ആണ് പ്രോപ്പർ ആയിട്ട് വേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ടൈം വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്നാലാണ് നമ്മൾ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുക. നമ്മൾ സംസാരിക്കുന്നത് പ്രിലിമിനറി എക്സാമിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. ഓൾറെഡി നമുക്ക് ആദ്യം നടക്കപ്പെടാൻ പോകുന്ന എക്സാം IBPS കലണ്ടർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അത് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ IBPS RRB എക്സാംസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ വരുന്നത്, ആദ്യം വരുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻസ് പ്രിപ്പറേഷനും ഇന്റർവ്യൂ പ്രിപ്പറേഷനും ഇൻക്ലൂഡ് ആണ്. മെന്റർഷിപ്പ് അസിസ്റ്റന്റ് ഉണ്ടാവും. നമുക്ക് ഓൾറെഡി ഒരുപാട് റിസൾട്ടുകൾ നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും അതിന്റെ ഒരു ബൾക്ക് ആയിട്ടുള്ള ഒരു കളക്ഷൻ നമുക്കുണ്ട്. അതേപോലെ എന്താണോ എക്സാമിന് ചോദിക്കുന്നത് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ഹൈലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. എക്സ്പെർട്ട് ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് വേണ്ട ഫുൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ തന്നെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. A and B started a business by investing in the ratio 7:10. C joins after 3 months with the investment 1.5 of that A. At the end of 1 year, out of the total profit, C's share is 12,600. Then what was the total profit? എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ തന്നെ നമുക്ക് എന്തിന്റെ ക്വസ്റ്റ്യൻ ആണത്? പാർട്ണർഷിപ്പിന്റെ ക്വസ്റ്റ്യൻ ആണ്. A ഇട്ടു, B ഇട്ടു, C ഇട്ടു. ഇവിടെ 7, 10. എയും ബിയും സിയും എത്ര മാസം അവിടെ നിൽക്കുന്നുണ്ട്? ടോട്ടൽ 1 ഇയർ ഉണ്ട്. അപ്പൊ 12 മന്ത്സ് ഞാൻ ഇട്ടു. സി ജോയിൻസ് ആഫ്റ്റർ 3 മന്ത്സ് ആണ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 1.5 ദാറ്റ് ഓഫ് എ. എയുടെ 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ 7 ആണ് അല്ലേ? എ 7 ആണ്. ഇൻറ്റു 1.5 ഇൻറ്റു 1.5 നമുക്കറിയാം. 7 ഇൻറ്റു 1.5 എത്രയാണ്? 10.5 ആണ്. സോ ഈ 10.5 നമ്മൾ എഴുതി കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, 10.5നെ 21/2 നിട്ടു. എത്ര നാൾ അവിടെ എടുക്കുന്നുണ്ട്? 3 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത്, 9 ആണ്. 3 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത്, 9 ആണ്. കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യാം. 3 ഇവിടെ 4 വട്ടം, ഇവിടെ 4 ടൈംസ്, ഇവിടെ 3 ടൈംസ്. എല്ലാത്തിനെയും ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതൊക്കെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തെടുക്കണം. സോ ഇവിടെ 56 വന്നു, 2 ഉണ്ട്. ഇവിടെ എത്ര വന്നു? 80 വന്നു. ഇവിടെ ഈ 2 ക്യാൻസൽ ആയി, 63 വന്നു. ഈ 63 പാർട്ടാണ് എത്ര? 12,600. സോ 1 പാർട്ട് 200 ആണ്. ടോട്ടൽ എത്രയാണ് വരിക? 177 അല്ലേ? 56 പ്ലസ് 80 എത്രയാണ് വരിക? പ്ലസ് 63 ആണ് വരുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 1 മിനിറ്റ്. നമ്മൾ ആഡ് ചെയ്തതിൽ ജസ്റ്റ് ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. 56 പ്ലസ് 80 എത്രയാണ് വരിക? ഇങ്ങനെ ആഡ് ചെയ്താൽ മതി. ഒരു എളുപ്പപ്പണി പറഞ്ഞുതരാം. 50 പ്ലസ് 80 130 പ്ലസ് 60 190 പ്ലസ് 9 അല്ലേ? 199 ആണ്. ഞാൻ പെട്ടെന്ന് ആഡ് ചെയ്തപ്പോൾ 177 എന്ന് പറഞ്ഞു. ഇൻറ്റു 200 ആണ് നമ്മുടെ ടോട്ടൽ വരിക. അപ്പൊ എത്രയാണ് വരിക നമ്മുടെ ആൻസർ? 39,800 ആണ് ടോട്ടൽ പ്രോഫിറ്റ് വരിക. അപ്പൊ ഇത് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മളുടെ നമുക്ക് പാർട്ണർഷിപ്പിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. ആ ഐഡിയ വെച്ച് മുന്നോട്ട് പോയാലാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുക. നമുക്ക് എന്തൊക്കെ അറിയണം? പെർസെൻറ്റേജ് അറിയണം, അതേപോലെ റേഷ്യോ അറിയണം, കാൽക്കുലേഷൻ സ്പീഡ് കൂടണം. അതല്ലാതെ ഇത് കൺവെൻഷണൽ രീതിയിൽ ഇരുന്ന് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം നമ്മളുടെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ലോസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോർമലി എ ബേക്കറി ഷോപ്പ് ഓണർ സെൽസ് എ പാക്ക് ഓഫ് 16 ബിസ്ക്കറ്റ്സ് ഫോർ ₹50. അപ്പൊ സാധാരണ അയാൾ വിൽക്കുന്നത് എത്രയാണെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. ഇൻ ദ പീക്ക് അവർ ഹി സെൽസ് എ പാക്ക് ഓഫ് സെയിം 12 ബിസ്ക്കറ്റ്സ് ഫോർ ദ സെയിം പ്രൈസ്. ഇൻ പീക്ക് അവർ ദ സെല്ലിംഗ് പ്രൈസ് ഈസ് ഹൗ മച്ച് എബവ് ദാൻ ദി നോർമൽ അവർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? 50 രൂപയ്ക്ക് 16 ബിസ്ക്കറ്റ് പീക്ക് ടൈമിലല്ല നോർമലിൽ വിൽക്കുന്നു. സെയിം 50 രൂപയ്ക്ക് 12 ബിസ്ക്കറ്റ് ആണ് വിൽക്കുന്നത്. അപ്പൊ ഇവിടെ കുറവാണ് വിൽക്കുന്നത്, സെല്ലിംഗ് പ്രൈസ് കൂടുതലായിരിക്കും അല്ലെ?
അടിയിൽ ഡിനോമിനേറ്റർ ഞാൻ സെയിം ആക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് LCM എത്രയാണ് 48 ആണ് ഇൻറ്റു 3 ഇവിടെ ഇൻറ്റു 4 എനിക്ക് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന. സോ ഈ എടുക്കുന്നത് എനിക്ക് എത്രയാണ് 150/48 എന്നും ഇത് 200 ഡിവൈഡ് ബൈ 48 കിട്ടി. ഇതിനേക്കാൾ എത്ര കൂടുതലാണ് 150 ആണ്. 48 ക്യാൻസൽ ആയി പോവും. ഇവിടെ 250 കുറച്ചാൽ 50 ഇൻറ്റു 100 ആണ് 33.33%. ദാറ്റ് മീൻസ് 33 1/3% എന്ന ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഇതല്ലാതെ നിങ്ങൾ ഇരുന്ന് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം നമ്മളുടെ അവിടെ വേസ്റ്റ് ആവും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നോർമലി എ ബേക്കറി ഷോപ്പ് ഓണർ സെൽസ് എ പാക്ക് ഓഫ് 16 ബിസ്ക്കറ്റ്സ് ഫോർ ₹50. അപ്പോൾ ഒരെണ്ണത്തിന്റെ വില 50/16 ആണ് സെല്ലിംഗ് പ്രൈസ്. പീക്ക് അവറിൽ 12 എണ്ണ 50 രൂപയ്ക്ക് വിൽക്കുന്നുള്ളൂ. 50/12. ആദ്യത്തെ പിന്നെന്താണ് ക്വസ്റ്റ്യൻ? ഇൻ പീക്ക് അവർ ദ സെല്ലിംഗ് പ്രൈസ് ഈസ് ഹൗ മച്ച് എബവ് ദാൻ ദാറ്റ് ഓഫ് നോർമൽ അവർ. പീക്ക് അവറിൽ സാധാരണയേക്കാൾ എത്ര പെർസെന്റേജ് കൂടുതലാണ്? അപ്പൊ ഞാൻ രണ്ടും ഡിനോമിനേറ്റർ ചെയ്ത് എല്ലാം ക്യാൻസൽ ചെയ്യാം. ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് പോകും. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കണം? അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണം. നമ്മൾ ഒരുപാട് സമയം നമുക്ക് അവിടെ എന്ത് ചെയ്യും? നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യനും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? Pallavi got marks in physics and chemistry in the ratio 4:5 respectively. In chemistry, her marks were 30 more than that of physics, and average marks received by her in physics, chemistry, and maths together 180. How many marks did he get maths എന്നാണ്. അപ്പോൾ കെമിസ്ട്രിക്കും ഫിസിക്സും 4:5 ആണെങ്കിൽ കെമിസ്ട്രിക്ക് എത്ര മാർക്കാണ് കൂടുതൽ? ഫിസിക്സിനേക്കാളും 30. സോ 1 പാർട്ട് 30 ആണെങ്കിൽ രണ്ടിനെയും കൂടി സം എനിക്ക് 270 കിട്ടി. ഇവരുടെ ആവറേജ് മാർക്ക് 180 ആണ്. 3 പേരുണ്ട് 540. അതിൽ ഫിസിക്സും കെമിസ്ട്രിയും കൂടി 270 ആണെങ്കിൽ മാത്സിന് മാത്രം ആ കുട്ടിക്ക് എത്ര മാർക്ക് ഉണ്ട്? 270. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ പേപ്പറിൽ എഴുതി വെക്കുന്നതിന് നിങ്ങൾക്ക് മാർക്കില്ല. നമുക്ക് എപ്പോഴും നമ്മളുടെ എന്താണ് ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. ഈ ക്വസ്റ്റ്യൻ എനിക്ക് വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ ചെയ്യാം. 4:5 ആണ്. 1 പാർട്ട് 30 ആണെങ്കിൽ ടോട്ടൽ 9 × 30 270 കിട്ടി. 180 ആണ് ആവറേജ് എങ്കിൽ ടോട്ടൽ 540 ആണ്. 540 270 ഞാൻ കുറച്ചു കൊടുത്താൽ എനിക്ക് 270 എന്ന ആൻസർ കിട്ടി. അപ്പൊ ഞാൻ ഈ സ്റ്റെപ്പുകളൊന്നും എനിക്ക് അവിടെ ആവശ്യമില്ല. നിങ്ങൾക്ക് യാതൊരു സ്റ്റെപ്പും എഴുതാതെ ആൻസർ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് 45 to 50 സെക്കൻഡ്സ് എടുക്കാം ആൻസർ കിട്ടാൻ. ചില ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് 10 സെക്കൻഡ് മതി. അപ്പൊ ഇവിടെ നിന്നും നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യുന്ന ടൈം, ഇവിടെ നിന്നും നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തെടുക്കുന്ന ടൈം നമുക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ 32 സെക്കൻഡിൽ തന്നെ ആൻസർ കിട്ടണം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ചില ക്വസ്റ്റ്യൻസ് 10 സെക്കൻഡിൽ താഴെ കിട്ടും, ചില ക്വസ്റ്റ്യൻസ് 40-45 സെക്കൻഡ് കിട്ടും. ആവറേജ് ആണ് പറയുന്നത് 30-32 സെക്കൻഡ്സ് എന്ന്, അതല്ലാതെ ആ ക്വസ്റ്റ്യൻ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു പ്ലാൻ നിങ്ങൾ ആദ്യമേ തന്നെ ചെയ്ത് ശീലിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പൊ അതിൽ തന്നെ ചെയ്യാം. കണ്ണും കാതും കൂർപ്പിച്ചിരിക്കാം. നമ്മൾ അവിടെ പാഴാക്കുന്ന ഓരോ സെക്കൻഡും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാണ്, നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോയി ആവശ്യമില്ലാത്ത കാര്യമാണ്. ഈ അണ്ടർലൈൻ ചെയ്യാനായിട്ട് ഒരു സെക്കൻഡ് എടുത്താൽ നിങ്ങൾ 100 ക്വസ്റ്റ്യനും അണ്ടർലൈൻ ചെയ്ത് പോയാൽ 100 സെക്കൻഡ് നിങ്ങൾക്ക് വേസ്റ്റ് ആയി. 100 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നിയർലി നമുക്കൊരു 4 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ടൈമാണ്. 30 സെക്കൻഡ് വെച്ചെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3-3ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലേ? ഈ 3 ക്വസ്റ്റ്യൻ ചെറിയൊരു അശ്രദ്ധ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടൈം നിങ്ങളുടെ കളയുമെങ്കിൽ നമ്മൾ എന്തോരം കാര്യങ്ങൾ നമ്മളവിടെ വേസ്റ്റ് ആക്കുന്നുണ്ട് ടൈം. എന്നിട്ട് നിങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കാര്യമല്ല. ടൈം കിട്ടിയില്ല എന്ന് പറയുന്നത് പഠിച്ചൊരു കുട്ടിക്ക് ആ കുട്ടി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ ടൈം കിട്ടാത്തത്. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു മെൻസ്ട്രുവേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. എ സ്ഫിയർ ആൻഡ് എ ക്യൂബ് ഹാവ് ഈക്വൽ സർഫസ് ഏരിയാസ്. അപ്പൊ സ്ഫിയറിന്റെ സർഫസ് ഏരിയ എനിക്കറിയണം 4πr² ആണ്. ക്യൂബിന്റെ സർഫസ് ഏരിയ എനിക്കറിയാം 6a² ആണ്. അത് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റൂ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് സ്ഫിയർ ടു ദി സൈഡ് ഓഫ് ദി ക്യൂബ്. അപ്പോൾ ഇവിടെ പൈക്ക് ഞാൻ ഇവിടെ 22/7 എന്നുള്ള വാല്യൂ കൊടുത്തു, r² ഇട്ടു, 6a² എടുത്തു, കട്ട് ചെയ്തു. ഇവിടെ 3 ആണ്. ഇവിടെ എത്ര വന്നു? 2 അല്ലെ? 3 ആണ്. ഇവിടെ കട്ട് ചെയ്ത് കളയുമ്പോൾ എനിക്ക് 2 വന്നു. ക്ലിയർ? സോ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. എനിക്ക് ഇവിടെ എത്രയാണ്? 11 എന്നുള്ള വാല്യൂലേക്ക്, സോറി ജസ്റ്റ് കട്ട് ചെയ്തതിൽ 2 സൈഡ് ഒന്ന് മാറിപ്പോയി. ഇവിടെ എത്രയാണ് വരിക? 2 ആണ്. ഇവിടെയാണ് 3 വരിക. ക്ലിയർ അല്ലേ? 2 ആണ്, 3 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 22നെ ഇനി കട്ട് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 44r² =
21a² എന്ന് കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്യാ, എനിക്ക് റേഡിയസ് ടു സ്ഫിയർ ആണ്. സോ r²/a² ആണ് റേഷ്യോ, 21/44 ആണ്. സോ r/a ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. r/a എന്ന് പറഞ്ഞാൽ √21 / √44. 21 അവിടെ തന്നെ കെടുക്കുന്നുണ്ട് ആൻസർ. നൺ ഓഫ് ദീസ് ഉള്ളതുകൊണ്ട് അടുത്തതും കൂടി ചെയ്യണം. 4 അല്ലെ, റൂട്ടിന് നമുക്ക് 4 × 11 എന്ന് എഴുതാം. സോ 2√11 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ്, 2√11 ആണ്. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 4, ഇവിടെ 2 വട്ടം, ഇവിടെ 3 വട്ടം. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ ഫോർമുല അറിയില്ല എന്നുണ്ടെങ്കിൽ, സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയറും സർഫസ് ഏരിയ ഓഫ് ദി ക്യൂബും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വൈസ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പൈയുടെ വില 22/7 അറിയണം. വൺസ് എങ്കിലും നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ we have to move the next question. A dishonest cloth merchant sells cloth at the cost price but uses false scale which measures 80 centimeter, okay, in of 1 meter, അല്ലേ? അതായത് 1 മീറ്ററിന് പകരം 80 സെന്റിമീറ്റർ ആണ് സെൽ ചെയ്യുന്നത്. ഫൈൻഡ് ഹിസ് ഗെയിൻ പെർസെന്റേജ്. ഓക്കെ, ഫൈൻഡ് ഹിസ് ഗെയിൻ പെർസെന്റേജ്. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്ററിന് 1 രൂപ വെച്ചാണെങ്കിൽ 100 സെന്റിമീറ്ററിന് 100 രൂപ എടുത്തു. അപ്പൊ കോസ്റ്റ് പ്രൈസ് പറയപ്പെടുന്ന 100 ആണ്, പക്ഷെ ആള് 80 സെന്റിമീറ്റർ ലഭിക്കുന്നുള്ളൂ. സോ 80 രൂപയുടെ സാധനമാണ് കൊടുക്കുന്നത്. എത്ര രൂപയ്ക്ക്? 100 രൂപയ്ക്ക്. സോ 20 രൂപ ലാഭം. സോ അയാളുടെ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാ? 25%. പിന്നെ ഫോർമുലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനേക്കാൾ എളുപ്പം ഈ രീതിയാണ്. വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അരിത്തമെറ്റിക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുമ്പോൾ തന്നെ അതിന്റെ ഐഡിയ മനസ്സിൽ കത്തണം. എന്താണ് ചെയ്യേണ്ടത്, എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്താണ് തറോ ആയിട്ട് ആ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിലേക്ക് ഫീഡ് ആവണം. അതല്ലാതെ ആ ക്വസ്റ്റ്യൻ ഒരു വട്ടം കൂടി രണ്ടാമത് ആ ക്വസ്റ്റ്യൻ വായിക്കാനായിട്ടുള്ള ടൈം നമുക്കില്ല. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഫസ്റ്റ് തന്നെ റീഡ് ചെയ്യുക. ആ റീഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അത് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ തന്നെ എഴുതി പോവാ. മാക്സിമം സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞ് ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഒരു 35 വരെയുള്ള സ്ക്വയർ, 15 വരെയുള്ള ക്യൂബ്, ഇതെല്ലാം എന്തുണ്ടാവണം, മൈൻഡിൽ ഉണ്ടാവണം. ഈ രീതിയിൽ ഫോളോ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അരിത്തമെറ്റിക് പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അരിത്തമെറ്റിക് പ്രോബ്ലംസ് കുറച്ച് കൂടുതൽ ചോദിക്കുന്നുണ്ട്. ഒരു 15 എണ്ണത്തിന്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. 10 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഒരു 15 നമ്പേഴ്സിലേക്ക് അരിത്തമെറ്റിക് പ്രോബ്ലംസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് 35 ക്വസ്റ്റ്യൻസ് ഉള്ള IBPS POന്റെയും ക്ലർക്കിന്റെയും ഒരു പാറ്റേൺ ആണ്. RRBക്ക് വേരിയേഷൻസ് ഉണ്ടാവും, കാരണം 40 ക്വസ്റ്റ്യൻ അല്ലേ വരുന്നത്. അപ്പൊ അതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എന്തായാലും അരിത്തമെറ്റിക് പ്രോബ്ലം ഒഴിവാക്കി നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. മെയിൻസിലായാലും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് അരിത്തമെറ്റിക് പ്രോബ്ലംസിന്. ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലും ഇപ്പൊ അരിത്തമെറ്റിക് DS ഒക്കെ വരുന്നുണ്ട്. സോ അരിത്തമെറ്റിക് പ്രോബ്ലംസ് നിങ്ങൾ ബേസ് തൊട്ട് തന്നെ നന്നായിട്ട് പഠിച്ചു പോകണം. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഡിസൈൻ ചെയ്തിട്ട് തന്നെ പഠിക്കുക. ടൈം വെച്ച് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയാണ്. നമ്മൾ IBPS സ്പെഷ്യൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. ഈ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വരുന്നു. നമ്മളുടെ ബാച്ചുകളുടെ പ്രത്യേകത ഞാൻ ഒന്നും കൂടി പറയാം. നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. ഒരു മെന്റർ ത്രൂ ഔട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുപോലെ ഹൈലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ്. അതേപോലെ ഹൈലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ്. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകളാണ്. റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്, അതായത് പ്രോഗ്രസ് കാർഡ്, അനാലിസിസ്, ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ പ്രിപ്പറേഷൻ വരെ നിങ്ങൾക്ക് ഈ ബാച്ചിന്റെ ബെനിഫിറ്റ് ആണ്. മെയിൻസും ഇന്റർവ്യൂയും കൂടിയാണ് നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക. പ്രിലിംസ് എക്സാമിന്റെ ഉള്ള ട്രെയിനിങ് മാത്രമല്ല. ഓക്കെ, ഫുൾ പാക്കേജ് ആയിട്ടുള്ള ബാച്ചാണ്. ഇതിലേക്ക് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സെക്ഷൻ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.